Good morning. Good morning, Miss. Morning. Good morning, ma'am. Good morning, Miss. Morning. Good morning, ma'am. Okay, നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നിർത്തിയത് സ്റ്റാൻഡേർഡ് 5 വരെയാണ് അല്ലെ? ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ വരെയാണ് നമ്മൾ എടുത്ത് നിർത്തിയത് അല്ലെ? ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. പേഷ്യന്റ് സേഫ്റ്റി എന്ന് അവിടെ ഒന്ന് ചേർത്ത് കൊടുക്കേ. Patient safety and quality improvement, PSQ. Patient safety and quality improvement. Patient എന്ന് മാത്രമേ ഉള്ളൂ. Patient safety and quality improvement. Safety എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എഴുതി ചേർക്കാം. നമ്മുടെ PDF ഉണ്ടോ? പേഷ്യന്റ് എന്ന് മാത്രമാണ് കിടക്കുന്നത്. ജസ്റ്റ് ഒന്ന് എഴുതി ചേർക്കാം കേട്ടോ. Mistake ആയിരിക്കും. Patient safety and quality improvement, PSQ. ഫസ്റ്റ് വണ്ണാണ് സ്റ്റാൻഡേർഡ്സ് നോക്കാം കേട്ടോ. PSQ1. Organization. The organization implements the structured patient safety program. The organization implements its structured patient safety program. Structured എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? Structured എന്താണ്? Structured എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഘടനാപരമായിട്ടുള്ള അല്ലെ? ഘടന എന്ന് പറയാം. അപ്പോ ഒരു ഘടനാപരമായ പേഷ്യന്റ് സേഫ്റ്റി പ്രോഗ്രാം ഓർഗനൈസേഷൻ നടപ്പിലാക്കുന്നു. അതാണ് PSQ1 പറയുന്നത്. ഓർഗനൈസേഷൻ ഇംപ്ലിമെന്റ് എ സ്ട്രക്ചേർഡ് ഘടനാപരമായ സ്ട്രക്ചേർഡ് പേഷ്യന്റ് സേഫ്റ്റി പ്രോഗ്രാം. ഒരു ഘടനാപരമായ പേഷ്യന്റ് സേഫ്റ്റി പ്രോഗ്രാം ഓർഗനൈസേഷൻ നടപ്പിലാക്കുന്നു. ഓക്കെ, കിട്ടിയില്ലേ? ഒരു ഘടനാപരമായ പേഷ്യന്റ് സേഫ്റ്റി പ്രോഗ്രാം ഓർഗനൈസേഷൻ നടപ്പിലാക്കുന്നു. ഇനി രണ്ടാമത്തെ നോക്കാം. PSQ2. The organization implements a structured quality improvement and continuous monitoring programs. ഓർഗനൈസേഷൻ എന്താണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, നടപ്പിലാക്കുന്നത്? എന്താണ്? ഘടനാപരമായിട്ടുള്ള ഒരു ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഇവിടെ കൊടുക്കുന്ന അല്ലെ, ഹോസ്പിറ്റലുകളിൽ കൊടുക്കുന്ന ക്വാളിറ്റി എന്തെങ്കിലും ഇംപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എന്താണ്? ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ കണ്ടിന്യൂസ് അല്ലെ, കണ്ടിന്യൂസ് മോണിറ്ററിംഗ് പ്രോഗ്രാം. അപ്പൊ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നതിനും അതുപോലെ അത് കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നതിനുമുള്ള പ്രോഗ്രാം ഓർഗനൈസേഷൻ നടപ്പിലാക്കുന്നുണ്ട്. ഓക്കെ, ക്വാളിറ്റിയുടെ ഇംപ്രൂവ്മെന്റ് അതുപോലെ തന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നതിനുള്ള ഒരു പ്രോഗ്രാമും ഓർഗനൈസേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അതാണ് PSQ2. ഇനി നെക്സ്റ്റ് ആണ് PSQ3. The organization identifies key indicators to monitor the structures, process, and outcomes which are used as tools for continual improvement. എന്താണ് കീ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാല്? സൂചകങ്ങൾ അല്ലെ? ഓക്കെ, സൂചകങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഓർഗനൈസേഷൻ ഐഡന്റിഫൈ ചെയ്യുന്നത്, തിരിച്ചറിയുന്നത് എന്തൊക്കെയാണ്? ഒരു ഘടനാപരമായിട്ടുള്ള പ്രക്രിയകള്, സ്ട്രക്ചേർഡ് പ്രോസസ്സും അതുപോലെ തന്നെ അതിന്റെ ഔട്ട്കംസും. ഔട്ട്കംസ് എന്ന് പറഞ്ഞാല് ഫലങ്ങള്. ഘടനാപരമായിട്ടുള്ള പ്രോസസ്സും അതിന്റെ ഫലങ്ങളും നിരീക്ഷിക്കുന്നതിനുള്ള പ്രധാന സൂചകങ്ങൾ ഓർഗനൈസേഷൻ തിരിച്ചറിയുന്നു. ഓക്കെ, ഘടനാ പ്രക്രിയകളും അതിന്റെ ഫലങ്ങളും നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്
കീ ഇൻഡിക്കേറ്റേഴ്സ്, പ്രധാന സൂചകങ്ങൾ ഓർഗനൈസേഷൻ തിരിച്ചറിയുന്നു. എന്തൊക്കെയാണ്? ഫലങ്ങള്, അതുപോലെ തന്നെ അതിന്റെ പ്രക്രിയകളൊക്കെ തിരിച്ചറിയുന്നതിനുള്ള എന്തുണ്ട്? കീ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് അല്ലെ, സൂചകങ്ങള് ഓർഗനൈസേഷൻ തിരിച്ചറിയുന്നു. ഇനി നാലാമത്തെയാണ് PSQ4. The organization uses appropriate quality improvement tools for its quality improvement activities. ഇനി ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ടൂൾസ് പഠിച്ചിട്ടുണ്ടല്ലോ നമ്മള്. എന്തൊക്കെയാണ് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ടൂൾസ് ആയിട്ട് പറയുന്നത്? പറയാൻ പറ്റോ? എന്തെങ്കിലും എക്സാമ്പിള് ഓർമ്മയുള്ളത് എന്തൊക്കെയായിരിക്കാം? ഓക്കെ, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ടൂൾസ് എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത് ചെക്ക് ലിസ്റ്റ് പറയാൻ പറ്റും. അതുപോലെ ഫ്ലോ ചാർട്ട്, അതുപോലെ ഹിസ്റ്റോഗ്രാം. ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നമുക്ക് നോക്കാനായിട്ട്, ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെയാണ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ടൂൾസ് ആയിട്ട് പറയുന്നത് കേട്ടോ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് മിസ് പറഞ്ഞത്. ചെക്ക് ലിസ്റ്റ് ഉണ്ട്, ഹിസ്റ്റോഗ്രാം, അതുപോലെ ഫ്ലോ ചാർട്ടുകൾ. ഓക്കെ, അപ്പോ ഓർഗനൈസേഷൻ അതിന്റെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കായിട്ട് ഉചിതമായ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ടൂൾസ് ഉപയോഗിക്കുന്നു. ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കായിട്ട് അത് എങ്ങനെയാണ്? ഓർഗനൈസേഷനിൽ കൊടുക്കുന്ന ഓരോ സർവീസിന്റെയും ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ടൂൾസ് യൂസ് ചെയ്യുന്നു. അത് നോക്കിയിട്ടാണ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് നടത്തുന്നത്. ഓക്കെ, ഇനി ഫിഫ്ത്ത് വൺ ആണ് PSQ5. There is an established system for clinical audit. പഠിച്ചിട്ടില്ലേ നമ്മൾ ഓഡിറ്റില്? എന്താണ് ക്ലിനിക്കൽ ഓഡിറ്റ്, എന്താണ് ഓർഗനൈസേഷണൽ ഓഡിറ്റ്, എന്താണ് മെഡിക്കൽ ഓഡിറ്റ്? ഓർക്കുന്നുണ്ടോ? ഡിപ്ലോമയിൽ പഠിച്ചത് ഓർമ്മയില്ല? എന്തായിരുന്നു ക്ലിനിക്കൽ ഓഡിറ്റ്? ഓർക്കുന്നുണ്ട്, പറഞ്ഞപ്പോ ഓർക്കുന്നുണ്ട് അല്ലെ? എന്തായിരുന്നു ചോദിച്ചാൽ പെടും അല്ലെ? എന്തായിരുന്നു ക്ലിനിക്കൽ ഓഡിറ്റ്? ക്ലിനിക്കൽ ഓഡിറ്റിൽ ആരുടെ പെർഫോമൻസ് ഒക്കെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? ഓർക്കുന്നുണ്ടോ? ഇല്ല, ഓർമ്മയില്ല. ഓക്കെ, ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെരി ഗുഡ്, സ്റ്റാഫ്. ഓക്കെ, എന്താണ് നഴ്സുമാര്, അതുപോലെ പാരാമെഡിക്കൽ സ്റ്റാഫ്, അവരുടെയൊക്കെ ക്ലിനിക്കൽ ആയിട്ടുള്ള പ്രകടനം ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെയുള്ള ക്ലിനിക്കൽ ഓഡിറ്റ് ഓർഗനൈസേഷനിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഓക്കെ, അവരുടെ പെർഫോമൻസ് വിലയിരുത്തുന്നുണ്ട് ക്ലിനിക്കൽ ഓഡിറ്റിലൂടെ. എങ്ങനെയാണ് ഇംപ്രൂവ്മെന്റ് വല്ലതും വേണോ, അവർക്ക് ട്രെയിനിങ്ങുകൾ കൊടുക്കണോ, അവരുടെ ക്വാളിറ്റി, അവർ കൊടുക്കുന്ന ക്വാളിറ്റിയിൽ ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടതുണ്ടോ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലിനിക്കൽ ഓഡിറ്റ് ചെയ്യുന്നത്. അപ്പോ അവിടെ ഓർഗനൈസേഷനിൽ ഇങ്ങനെയുള്ള ക്ലിനിക്കൽ ഓഡിറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അതാണ് PSQ5. ഇനി നെക്സ്റ്റ് ആണ് സിക്സ്ത് വൺ, PSQ6. The patient safety and quality improvement program are supported by the management. എന്തൊക്കെയാണ് മാനേജ്മെന്റ് സപ്പോർട്ട് ചെയ്യുന്നത്? പേഷ്യന്റ് സേഫ്റ്റിയും അതുപോലെ തന്നെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാമിനെയും മാനേജ്മെന്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി സെവൻത് വൺ ആണ് ഇൻസിഡൻസ് ആർ കളക്ടഡ് ആൻഡ് അനലൈസ്ഡ് ടു എൻഷുർ കണ്ടിന്യൂൽ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? ഇൻസിഡന്റ് എന്താണ് മീനിങ്? ഇൻസിഡന്റ് എന്ന് പറഞ്ഞാല് സംഭവങ്ങളല്ലേ? സംഭവം അല്ലെ? എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു സംഭവം. അങ്ങനെയുള്ള ഒരു സംഭവം നടക്കുമ്പോ അതിന്റെ കണ്ടിന്യൂൽ ആയിട്ടുള്ള ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസിഡന്റിന്റെ റെക്കോർഡ് കളക്ട് ചെയ്ത് അനലൈസ് ചെയ്യുന്നു. അതാണ്
സെവൻത്ത് വൺ ആയിട്ട് പറയുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻസിഡന്റ് ഏതെങ്കിലും ഒരു സംഭവത്തിന്റെ റെക്കോർഡ്സുകൾ കളക്ട് ചെയ്യുകയും അത് അനലൈസ് ചെയ്ത് അതിനെ വിലയിരുത്തുന്നു. എന്തെങ്കിലും നമ്മള് സംഭവങ്ങൾ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംപ്രൂവ്മെന്റ് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളത് നമ്മൾ അവിടെ വിലയിരുത്തുന്നു. കണ്ടിന്യൂസ് ആയിട്ട് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻസിഡന്റിന്റെ റെക്കോർഡുകൾ കളക്ട് ചെയ്തുകൊണ്ട് അത് വിലയിരുത്തുന്നു. മനസ്സിലായോ? അതാണ് സെവൻത്ത് വണ്ണിൽ പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിൽ പറഞ്ഞത്. 7 കാര്യങ്ങളാണ് ഇതിൽ പഠിക്കേണ്ടത് കേട്ടോ. ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് 2 കാര്യങ്ങൾ മാത്രമാണ്. ഫസ്റ്റ് വൺ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. PSQ1 അതുപോലെ PSQ5. PSQ1 PSQ5. ഓക്കെ, ഫസ്റ്റ് പറഞ്ഞത് എന്താണ്? PSQ1ല് the organization implements a structured patient safety program. ഒരു ഘടനാപരമായിട്ടുള്ള പേഷ്യന്റ് സേഫ്റ്റി പ്രോഗ്രാം ഓർഗനൈസേഷൻ നടപ്പിലാക്കുന്നു. ഫിഫ്ത് വൺ പറഞ്ഞത് എന്താണ്? ക്ലിനിക്കൽ ഓഡിറ്റ് ഓർഗനൈസേഷനിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് അതിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. ഓക്കെ, 2 കാര്യങ്ങൾ, ഫിഫ്തും അതുപോലെ 1. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്സ് വായിക്കാട്ടോ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് ആണ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് മാനേജ്മെന്റ്, ROM. സ്റ്റാൻഡേർഡ്സ് നോക്കാം. ഒരു 5 എണ്ണമാണ് നമുക്കതിൽ പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ആണ് ROM 1. The organization identifies those responsible for governance and their role are defined. The organization identifies those responsible for governance and their role are defined. എന്താ പറയുന്നത്? ഒരു ഗവേണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവേണൻസ് എന്താ മീനിങ്? ഗവേണൻസ് ഭരണം അല്ലെ, ഭരിക്കുക, ഭരണം അല്ലെ. ഓരോ ഓർഗനൈസേഷനിലും ഓരോരുത്തർക്കും എന്തുണ്ട്? ഓരോ റോളുകൾ ഉണ്ട് അല്ലെ. നഴ്സുമാർക്കായാലും ഡോക്ടേഴ്സിനായാലും പല സ്റ്റാഫുകൾക്കായാലും ഓരോ റോളുണ്ട്. അതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങളും എന്താണ്? പലതരത്തിലുണ്ട് അല്ലെ. അവർക്ക് അവരുടേതായിട്ടുള്ള ഡ്യൂട്ടീസ് ഉണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പോ ഒരു ഓർഗനൈസേഷനില് ഗവേൺ ചെയ്യുന്ന ഓരോരുത്തരെ ഐഡന്റിഫൈ ചെയ്യുകയും, ഒരു ഓർഗനൈസേഷനിൽ ഗവേൺ ചെയ്യുന്ന ഓരോരുത്തരെ ഐഡന്റിഫൈ ചെയ്യുകയും അവരുടെ റോള് ഡിഫൈൻ ചെയ്യുകയും വേണം. അതാണ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പറയുന്നത്. ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന അവരെ ഐഡന്റിഫൈ ചെയ്യുകയും അതുപോലെ തന്നെ അവരുടെ റോള് ഡിഫൈൻ ചെയ്യുകയും വേണം. മനസ്സിലായോ? ROM ഫസ്റ്റ് വൺ.
Okay, the organization identifies those responsible for governance and their role are defined. Okay, rules and regulations ഒക്കെ ഉണ്ട്, ഓരോരുത്തർക്കും ഉണ്ട്. അവരെ നമ്മള് ഐഡന്റിഫൈ ചെയ്യാം, ആരൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം, അവരുടെ റോള് ഡിഫൈൻ ചെയ്യുകയും വേണം. ഇനി നെക്സ്റ്റ് ആണ് ROM 2. The organization is ethically managed by the leaders. എന്താണ് എത്തിക്കലി എന്ന് പറഞ്ഞാല്? എത്തിക്കലി എത്തിക്കലി എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ധാർമ്മികമായിട്ട്. ഓക്കെ, ധാർമ്മികമായി. എത്തിക്കലി മീൻസ് ധാർമ്മികമായി. ഓക്കെ, അപ്പോ ഇവിടെ പറയുന്നത് ഒരു ഓർഗനൈസേഷനെ എത്തിക്കലി ധാർമ്മികമായിട്ട് മാനേജ് ചെയ്യുന്നത് ആരായിരിക്കും? ലീഡേഴ്സ് ആണ്, അല്ലെ? നേതാക്കളാണ്. ഒരു ഓർഗനൈസേഷനെ ധാർമ്മികമായിട്ട് നിയന്ത്രിക്കുന്നത് നേതാക്കളാണ്, ലീഡേഴ്സ് ആണ്. അതാണ് സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പറയുന്നത്. ROM സെക്കൻഡ് പറയുന്നത് എന്താണ്? The organization is ethically managed by the ആരാണ്? ലീഡേഴ്സ്. ഓർഗനൈസേഷനെ ധാർമ്മികമായിട്ട് നിയന്ത്രിക്കുന്നത് ലീഡേഴ്സ് ആണ്. ഈ തേർഡ് വൺ ആണ് the organization is headed by the leader who shall be responsible for operating the organization on day-to-day basis. എന്താ പറയുന്നത്? ലീഡേഴ്സ് അല്ലെ? ലീഡേഴ്സിന്റെ, നേതാവിന്റെ നേതൃത്വത്തിലാണ് ഓർഗനൈസേഷന്റെ ഓരോ ദിവസവും പ്രവർത്തിക്കുന്നത്. ലീഡേഴ്സ് ആയിരിക്കും ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഒക്കെ അതിന് നേതൃത്വം നൽകുന്നത്. ഓക്കെ, ലീഡേഴ്സ് എന്ന് പറയുന്നത് ആരായിരിക്കും? ഏതായിരിക്കും ലീഡേഴ്സ്? ആരായിരിക്കും? ഏത് ഏരിയ ആയിരിക്കും ലീഡേഴ്സ് ആയിട്ട് വരുന്നത് ഹോസ്പിറ്റലിന്റെ? ആരായിരിക്കും? മിസ് ചെയ്യാൻ പറ്റുമോ? CEO. ഓക്കെ, നമുക്ക് പറയാൻ പറ്റും അഡ്മിനിസ്ട്രേഷൻ ഏരിയ ആണല്ലേ, പറയാൻ പറ്റില്ലേ? ഓക്കെ, അഡ്മിനിസ്ട്രേഷൻ ഏരിയ. അപ്പൊ അവരാണ് ഹോസ്പിറ്റലിന്റെ ഡേ ടു ഡേ ഉള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഓക്കെ, ഇനി എന്താണ് ROM 4? The organization display professionalism in its functioning. പ്രൊഫഷണലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്റ്റാൻഡേർഡ്സ് ആണ് കേട്ടോ. ഓക്കെ, സ്റ്റാൻഡേർഡ്സ്. അപ്പോ ഒരു ഓർഗനൈസേഷൻ അതിന്റെ പ്രവർത്തനത്തില് എന്താണ്? പ്രൊഫഷണലിസം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്താ പറയുന്നത്? ഓർഗനൈസേഷൻ അതിന്റെ പ്രവർത്തനത്തില് ഓരോ സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും അല്ലെ? ആ സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടാണ് ഓരോ പ്രവർത്തനങ്ങളും നടത്തുന്നത്. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ? ഓർഗനൈസേഷന്റെ പ്രവർത്തനത്തില് പ്രൊഫഷണലിസം പ്രകടമാക്കുന്നു. ഇനി ഫിഫ്ത്ത് വൺ എന്താണ്? ROM 5. Management ensures that patient safety aspects and risk management issue are an integral part of patient care and hospital management. അപ്പൊ ഹോസ്പിറ്റൽ മാനേജ്മെന്റും അതുപോലെ തന്നെ എന്താണ്? ഒരു പേഷ്യന്റ് കെയറും അതിന്റെ ഒരു ഇന്റഗ്രൽ പാർട്ടാണ്. എന്തൊക്കെയാന്ന് പറയുന്നത്? പേഷ്യന്റ് സേഫ്റ്റി ആസ്പെക്റ്റുകൾ. ഓക്കെ, ഏതൊക്കെയാണ് പേഷ്യന്റ് സേഫ്റ്റി ആസ്പെക്ട്? പേഷ്യന്റ് സേഫ്റ്റി വശങ്ങൾ കേട്ടോ. ആസ്പെക്ട് എന്ന് പറഞ്ഞാല് പേഷ്യന്റ് സേഫ്റ്റി, ആസ്പെക്ട് എന്ന് പറഞ്ഞാല് പേഷ്യന്റ് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട വശങ്ങള്, അതുപോലെ തന്നെ റിസ്ക് മാനേജ്മെന്റ് ഇഷ്യൂസ്. ഇതൊക്കെയാണ് ഇതിന്റെ ഇന്റഗ്രൽ പാർട്ട് എന്ന് പറയുന്നത്. പേഷ്യന്റ് കെയറിന്റെയും ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെയും ഒരു ഇന്റഗ്രൽ, ഒരു എന്താണ് പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ഘടകങ്ങളാണ്. ഇനി അപ്പൊ അങ്ങനെയുള്ള പേഷ്യന്റ് സേഫ്റ്റി ആസ്പെക്റ്റുകളും റിസ്ക് മാനേജ്മെന്റും ഈ മാനേജ്മെന്റ് ഉറപ്പുവരുത്തുന്നുണ്ട്. അവിടെ വരുന്ന ഓരോ പേഷ്യൻസിനും പേഷ്യന്റ് സേഫ്റ്റിയും അതുപോലെ തന്നെ പല റിസ്കുകൾ അല്ലെ, പല റിസ്കുകൾ ഉണ്ടാവും. അപ്പൊ അതിനോട് റിസ്കുകൾ ഉണ്ടാകുമ്പോൾ അത് നല്ല രീതിയിൽ എന്താണ് മാനേജ് ചെയ്ത് പോകാനായിട്ടുള്ള കാര്യങ്ങള്
ഉറപ്പ് നൽകുന്നു. ആര്? മാനേജ്മെന്റ്. ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റ് ഉറപ്പ് നൽകുന്നുണ്ട്. പേഷ്യന്റ് സേഫ്റ്റിയും അതുപോലെ റിസ്കുകൾ ഉണ്ടാകുമ്പോൾ അത് നല്ല രീതിയിൽ മാനേജ് ചെയ്ത് പോകാനായിട്ടും ഈ മാനേജ്മെന്റ് ഉറപ്പ് നൽകുന്നു. അതാണ് ROM 5th one ആയിട്ട് പറയുന്നത്. അപ്പൊ 5 കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റില്. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് 2 കാര്യങ്ങളാണ്. മാർക്ക് ചെയ്ത് വെക്കാം. ROM സെക്കൻഡും അതുപോലെ 4th വണ്ണും കേട്ടോ. സെക്കൻഡും 4th വണ്ണും. രണ്ടാമത് പറഞ്ഞത് എന്താണ്? The organization is ethically managed by the leaders. ധാർമ്മികമായിട്ട് ഓർഗനൈസേഷനെ ധാർമ്മികമായിട്ട് നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്നത് ലീഡേഴ്സ് ആണ്. അതുപോലെ 4th വൺ പറഞ്ഞത് എന്താണ്? ഓർഗനൈസേഷൻ ഡിസ്പ്ലേസ് പ്രൊഫഷണലിസം. പ്രൊഫഷണലിസം എന്ന് പറഞ്ഞാല് സ്റ്റാൻഡേർഡ് ഇൻ ഇറ്റ്സ് ഫങ്ഷനിങ്. ഓരോ ഓർഗനൈസേഷനും അതിൻ്റെതായിട്ടുള്ള എന്താണ് ഒരു പ്രവർത്തനത്തിൽ എല്ലാ പ്രവർത്തനത്തിലും എന്തുണ്ട്? സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. പ്രൊഫഷണലിസം പ്രകടമാക്കുന്നു. 2ഉം 4ഉം മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കണം. ഒക്കെ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ാണോ? നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ആണ് ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി, FMS. നോക്കാം, സ്റ്റാൻഡേർഡ്സ് നോക്കാം കേട്ടോ. FMS 1. The organization has a system in place to provide a safe and secure environment. എന്താ പറയുന്നത്? The organization has a system in place to provide a safe and a secure environment. സേഫ് എന്ന് പറഞ്ഞാല് സുരക്ഷ അല്ലെ? സുരക്ഷയും അതുപോലെ തന്നെ സെക്യൂർ സുരക്ഷിതവുമായിട്ടുള്ള ഒരു അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നതിനുള്ള സംവിധാനം ആർക്കുണ്ട്? ഓർഗനൈസേഷൻ ഉണ്ട്. ഇതാണ് ഫസ്റ്റ് വണ്ണിൽ പറയുന്നത്. സേഫ് ആയിട്ടും സെക്യൂർ ആയിട്ടുമുള്ള ഒരു അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നതിനുള്ള ഒരു സിസ്റ്റം സംവിധാനം ഓർഗനൈസേഷന് ഉണ്ട്. ഇനി സെക്കൻഡ് വൺ എന്താണ്? FMS 2. The organization's environment and facilities operate in a planned manner. എന്താണ്? ഓർഗനൈസേഷൻ എൻവയോൺമെന്റും അതുപോലെ തന്നെ സൗകര്യങ്ങളും അല്ലെ ഫെസിലിറ്റീസും അത് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്? ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ആസൂത്രിതമായിട്ടാണ് അവര് പ്രവർത്തിക്കുന്നത് അല്ലെ? ഓർഗനൈസേഷൻ എൻവയോൺമെന്റും അതുപോലെ തന്നെ ഫെസിലിറ്റീസും ആസൂത്രിതമായ രീതിയിൽ പ്ലാൻഡ് മാനറിലാണ് അത് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് പ്രമോട്ട്സ് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി മെഷേഴ്സ്.
എന്താണ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, എക്കോ ഫ്രണ്ട്ലി, എൻവയോൺമെന്റ് ഫ്രണ്ട്ലി എന്നൊക്കെ. പരിസ്ഥിതിക്ക് ദോഷമുണ്ടാക്കാത്ത രീതിയില്, പരിസ്ഥിതിക്ക് ദോഷകരമാവാത്ത രീതിയിൽ ഒരു സൗഹാർദ്ദപരമായിട്ടുള്ള നടപടികള് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഓർഗനൈസേഷൻ എൻവയോൺമെന്റും ഫെസിലിറ്റീസും ഒരു പ്ലാൻഡ് മാനറിലാണ്, ഒരു എന്താണ് ആസൂത്രിതമായിട്ടുള്ള മാനറിൽ, ആസൂത്രിതമായിട്ടാണ് അത് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ എക്കോ ഫ്രണ്ട്ലി മെഷേഴ്സ് ആണ് പ്രമോട്ട് ചെയ്യുന്നത്. എക്കോ ഫ്രണ്ട്ലി, പരിസ്ഥിതിക്ക് ദോഷകരമുണ്ടാക്കാത്ത രീതിയിലുള്ള നടപടിക്രമങ്ങളാണ് അവിടെ പ്രോത്സാഹിപ്പിക്കുന്നത്. തേർഡ് വൺ എന്താണ്? The organizations, environment and facilities operate to ensure the safety to patient, their families, staff and visitors. എന്താ പറയുന്നത്? The organizations, environment and facilities operate to ensure the safety of patients, their families, staff and visitors. പേഷ്യൻസിന്, അതുപോലെ തന്നെ അവരുടെ ഫാമിലിക്ക്, അവിടുത്തെ സ്റ്റാഫിന്, അവിടെ വരുന്ന വിസിറ്റേഴ്സിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വിസിറ്റേഴ്സിന്റെയും ഉറപ്പാക്കുന്ന രീതിയിൽ, ഇവരുടെയൊക്കെ ഉറപ്പാക്കുന്ന രീതിയിൽ ഓർഗനൈസേഷന്റെ പരിസ്ഥിതിയും സൗകര്യങ്ങളും പ്രവർത്തിക്കുന്ന ഒരു സേഫ്റ്റി, അല്ലെ, ഒരു സേഫ്റ്റി ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. എന്തൊക്കെയാണ്? അവിടെ വരുന്ന പേഷ്യൻസിനായാലും, അവിടുത്തെ അവരുടെ ഫാമിലിക്കായാലും, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കായാലും, അവിടെ വിസിറ്റ് ചെയ്യുന്ന വിസിറ്റേഴ്സിനായാലും ഒരു സേഫ്റ്റി ഉറപ്പാക്കുന്ന രീതിയിൽ, സുരക്ഷ ഉറപ്പാക്കുന്ന രീതിയിലാണ് ഓർഗനൈസേഷന്റെ പരിസ്ഥിതിയും ഫെസിലിറ്റീസ്, സൗകര്യങ്ങളും പ്രവർത്തിക്കുന്നത്. ക്ലിയർ ആയോ? പേഷ്യൻസിനും ഫാമിലിക്കും സ്റ്റാഫിനും വിസിറ്റേഴ്സിനും സുരക്ഷ ഉറപ്പാക്കുന്ന രീതിയിലാണ് ഓർഗനൈസേഷൻ, അതുപോലെ തന്നെ അതിന്റെ പരിസ്ഥിതിയും ഫെസിലിറ്റീസ്, സൗകര്യങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്നത്. ഇനി നെക്സ്റ്റ് വണ്ണാണ് FMS4. The organization has a program for the facility, engineering, support services and utility system. നമുക്കറിയാം ഓർഗനൈസേഷനിൽ എന്തൊക്കെയാണ് ഫെസിലിറ്റീസ്, സൗകര്യങ്ങളുണ്ട്. എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയാണ്? എഞ്ചിനീയറിംഗിന്റെ അവിടെ ജസ്റ്റ് ഒന്നൊരു കോമിറ്റ് കൊടുക്കുക കേട്ടോ. എഞ്ചിനീയറിംഗ്, അത് കഴിഞ്ഞിട്ടാണ് സപ്പോർട്ട് സർവീസസ് വരുന്നത്. എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസ്ട്രക്ഷൻ കാര്യങ്ങൾ, അതാണ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് കേട്ടോ, കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടത്. അതുപോലെ തന്നെ സപ്പോർട്ടിംഗ് സർവീസസുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. സപ്പോർട്ടിംഗ് സർവീസസുകൾ ഓർമ്മയുണ്ടോ? വെരി ഗുഡ്. ലാബ്, പിന്നെ എന്തൊക്കെയാണ് വരുന്നത്? ലോണ്ടറി, CSC, റേഡിയോളജി, ഇതൊക്കെ എന്താണ്? സപ്പോർട്ടിംഗ് സർവീസസുകളാണ് അല്ലെ. ഇതൊക്കെയാണ് സപ്പോർട്ടിംഗ് സർവീസസ്. എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടത്. അതുപോലെ യൂട്ടിലിറ്റി സർവീസസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഏതുമായിട്ട് റിലേറ്റ് ചെയ്തതായിരിക്കും? യൂട്ടിലിറ്റി, ഇലക്ട്രിസിറ്റിയുമായിട്ട് കേട്ടോ, ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പവർ അല്ലെ, പവർ സപ്ലൈ, ഓക്കെ, അതാണ് യൂട്ടിലിറ്റി സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ പറയുന്നത് the organization has a program for the facility, engineeringന്റെ അവിടെ ജസ്റ്റ് ഒരു കോമന്റ് കൊടുക്കുക, support services and utility system. ഇവയ്ക്കൊക്കെ എന്താണ്? നല്ല രീതിയിലുള്ളൊരു പ്രോഗ്രാം അല്ലെ, എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ വർക്ക്, അതിന്റെ കാര്യങ്ങളാണ് കേട്ടോ അവിടെ പറയുന്നത്. എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസ്ട്രക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. സപ്പോർട്ട് സർവീസസ്, അതുപോലെ യൂട്ടിലിറ്റി സിസ്റ്റം എന്ന് പറഞ്ഞാൽ പവർ ആൻഡ് ഇലക്ട്രിസിറ്റി ആൻഡ് പവർ, അതുമായിട്ട് റിലേറ്റ് ചെയ്തത്. അപ്പൊ അങ്ങനെയുള്ള ഇവയ്ക്ക് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാംസ് ആര് ചെയ്യുന്നുണ്ട്, നടപ്പിലാക്കുന്നുണ്ട്? ഓർഗനൈസേഷൻ നടപ്പിലാക്കുന്നുണ്ട്. എഞ്ചിനീയറിംഗ്, സപ്പോർട്ട് സർവീസസ്, യൂട്ടിലിറ്റി സിസ്റ്റംസ്, ഇവയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം ഓർഗനൈസേഷൻ നടപ്പിലാക്കുന്നു. ഇനി FMS
fifth one. Okay, the organization has a program for medical equipment management. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഡിപ്ലോമയിലെ മെഡിക്കൽ എക്യുപ്മെന്റ് ഒക്കെ. ഓക്കെ, മെഡിക്കൽ എക്യുപ്മെന്റ് മാനേജ്മെന്റിന് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം ഓർഗനൈസേഷൻ നടപ്പിലാക്കുന്നു. ഇനി സിക്സ്ത് വൺ എന്താണ്? FMS 6. The organization has a program for medical gases. അവിടെ ഒരു കോമ ഇട്ട് കൊടുക്കാം കേട്ടോ. മെഡിക്കൽ ഗ്യാസസ് കോമ വാക്വം ആൻഡ് കംപ്രൈസ്ഡ് എയർ. ഓക്കെ, അപ്പൊ മെഡിക്കൽ ഗ്യാസും അതുപോലെ വാക്വം എന്ന് പറഞ്ഞാൽ എന്താണ്? വാക്വം എന്താണ് മീനിങ് വരുന്നത്? വാക്വം എന്ന് പറഞ്ഞാല് പഠിച്ചിട്ടുണ്ടല്ലോ നമ്മള്. സക്ക് ചെയ്യാ അല്ലെ, എന്താണ് സക്ഷൻ മിഷൻ ആണ് അല്ലെ. ഇപ്പൊ ബോഡി ഫ്ലൂയിഡ്സ്, മൂക്കസ് അല്ലെ, ബ്ലഡുകള്, ഇതൊക്കെ എന്താണ് വലിച്ചെടുക്കുന്ന അംശം ഇല്ലേ, അതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. വലിച്ചെടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ വാക്വം, അതുപോലെ തന്നെ വാക്വം സിസ്റ്റം ഉണ്ട്, അതുപോലെ കംപ്രൈസ്ഡ് എയർസ്. ഇങ്ങനെയുള്ള മെഡിക്കൽ ഗ്യാസ്, വാക്വം, അതുപോലെ കംപ്രൈസ്ഡ് എയർസിനൊക്കെ വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് വൺ ആണ് FMS 7. The organization has planned for fire and non-fire emergencies with the facilities. ഫയറുമായിട്ട് ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ നോൺ ഫയർ എമർജൻസീസ്, ഫയർ എമർജൻസി ആൻഡ് നോൺ ഫയർ എമർജൻസീസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? നടപ്പിലാക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് വരുന്നത്. ഇനി അതില് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുള്ളൂ കേട്ടോ. FMS 1 ഉണ്ട്, 1, 5, 7. 1, 5, 7. ഓക്കെ, നമ്മൾ പറഞ്ഞത് വണ്ണിൽ എന്താ പറഞ്ഞത്? The organization has a system in place to provide a safe and secure environment. സുരക്ഷയും സുരക്ഷിതവുമായിട്ടുള്ള ഒരു അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നുള്ള ഒരു സംവിധാനം ഓർഗനൈസേഷൻ ഉണ്ട്. അതുപോലെ ഫിഫ്ത്ത് വൺ എന്താ പറഞ്ഞത്? മെഡിക്കൽ എക്യുപ്മെന്റ് മാനേജ്മെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം ഓർഗനൈസേഷൻ നടപ്പിലാക്കിയിട്ടുണ്ട്. ലാസ്റ്റ് വൺ ആണ് ഇത്. ഓർഗനൈസേഷൻ ഹാസ് പ്ലാൻ ഫോർ ഫയർ ആൻഡ് നോൺ ഫയർ എമർജൻസീസ് വിത്ത് ദ ഫെസിലിറ്റി. എന്താണ്? ഫയർ എമർജൻസി ആൻഡ് നോൺ ഫയർ എമർജൻസിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ അല്ലെ, പ്ലാൻ ഓർഗനൈസേഷൻ നടപ്പിലാക്കിയിട്ടുണ്ട്. കാര്യങ്ങളാണ് ഇതിൽ പഠിക്കേണ്ടത് കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചേ. വായിച്ചു കഴിഞ്ഞാല് കമന്റ് ഇട്ടാൽ മതി കേട്ടോ.
ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 9th one, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, HRM. ഓക്കെ, ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. HRM 1. The organization has documented system of human resource planning. Documented system എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അടങ്ങിയിട്ടുള്ള ഒരു സിസ്റ്റം ഡോക്യുമെന്റ് ആണ് കേട്ടോ. അത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. The organization has documented system of human resource planning. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് എന്ന് പറഞ്ഞാല്? പഠിച്ചിട്ടില്ലേ നമ്മള് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്? എന്താണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്? ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ നിലവിലുള്ളതും ഭാവിയിലുള്ളതുമായിട്ടുള്ള തൊഴിലാളികളുടെ അല്ലെങ്കിൽ തൊഴിൽ ശക്തികളുടെ ആവശ്യകതകൾ അല്ലെ, ആവശ്യകതകൾ നിർണ്ണയിക്കുന്ന ഒരു പ്രോസസ് ആണ്. ഇപ്പോഴുള്ളതും ഭാവിയിൽ വരാൻ പോകുന്നതുമായിട്ടുള്ള സ്റ്റാഫുകളുടെ ആവശ്യകതകൾ നിർണ്ണയിക്കുന്ന ഒരു പ്രോസസ്. അതിനെയാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിന് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ, ചിട്ടയായ രീതിയിൽ ഒരു ഡോക്യുമെന്റേഷൻ സിസ്റ്റം ഉണ്ട്. ഓക്കെ, അതാണ് ഫസ്റ്റ് പറയുന്നത്. ഒരു ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ചിട്ടയായിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ ഒരു ഡോക്യുമെന്റേഷൻ സിസ്റ്റം ഓർഗനൈസേഷൻ ഉണ്ട്. ഡോക്യുമെന്റേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഡോക്യുമെന്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അടങ്ങിയിരിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഡോക്യുമെന്റഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിന് ചിട്ടയായിട്ടുള്ള രീതിയിൽ ഒരു ഡോക്യുമെന്റഡ് സിസ്റ്റം ഓർഗനൈസേഷൻ ഉണ്ട്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് ചിട്ടയായ രീതിയിൽ ഒരു ഡോക്യുമെന്റഡ് സിസ്റ്റം, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അടങ്ങിയിട്ടുള്ള ഡോക്യുമെന്റഡ് സിസ്റ്റം ആർക്കുണ്ട്? ഓർഗനൈസേഷൻ ഉണ്ട്. അതാണ് HRM 1 പറയുന്നത്. ഇനി HRM 2 എന്താണ്? The organization implements a defined process for staff recruitment. സ്റ്റാഫിന്റെ റിക്രൂട്ട്മെന്റിനായിട്ട് ഓർഗനൈസേഷൻ ഒരു പ്രക്രിയ നടപ്പിലാക്കുന്നുണ്ട് അല്ലെ. റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന് വേണ്ടിയിട്ട് ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് നടപ്പിലാക്കുന്നു, ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഓർഗനൈസേഷൻ സ്റ്റാഫിന്റെ റിക്രൂട്ട്മെന്റിനായിട്ട്, റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പ്രക്രിയ, ഒരു പ്രോസസ്സ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതാണ് HRM 2 പറയുന്നത്. ഇനി തേർഡ് വൺ എന്താണ്? HRM 3. Staffs are provided induction training at the time of joining the organization. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? ഏത് ചാപ്റ്ററിലാണ് ഇൻഡക്ഷൻ ട്രെയിനിങ് പഠിച്ചിട്ടുള്ളത്? ഓർക്കുന്നുണ്ടോ? ഇൻഡക്ഷൻ ട്രെയിനിങ്, 4 ടൈപ്സ് ഓഫ് ട്രെയിനിങ് ഒക്കെ പഠിച്ചില്ലേ നമ്മള്? ഏതിലാണ്? നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിൽ നമ്മൾ HRM-ലുണ്ട്. ഓക്കെ, HRM. ഓക്കെ, ഞാൻ ആ ചാപ്റ്റർ എടുത്തിട്ടില്ലല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ, നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിലൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഓർക്കുന്നുണ്ടോ? ഇൻഡക്ഷൻ ട്രെയിനിങ് എന്താണ്? ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറഞ്ഞാല് ജോയിൻ ചെയ്യുമ്പോ ആ എംപ്ലോയിക്ക് നമ്മൾ ട്രെയിനിങ് കൊടുക്കും അല്ലെ. എന്താണ് അല്ലെങ്കിൽ എന്ത് റെസ്പോൺസിബിലിറ്റി ആണ്, എന്തൊക്കെ ജോബാണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ളൊരു പരിചയപ്പെടുത്തി കൊടുക്കാറുണ്ട് അല്ലെ. വെരി ഗുഡ്. പരിചയപ്പെടുത്തി നമ്മൾ കൊടുക്കാറുണ്ട് ഇല്ലേ? അതിനെയാണ് ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ എൻവയോൺമെന്റ്, വർക്കിംഗ് എൻവയോൺമെന്റ്, അതുപോലെ സ്റ്റാഫുകൾ, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ ആരൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കും. അതിനെയാണ് എന്ത് പറയുന്നത്? ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സ്റ്റാഫുകൾക്ക് ഓർഗനൈസേഷൻ എന്ത് നൽകുന്നുണ്ട്? ഇൻഡക്ഷൻ ട്രെയിനിങ് നൽകുന്നുണ്ട്. ഒരു ജോലിയിൽ ജോയിൻ ചെയ്യുമ്പോ ഇൻഡക്ഷൻ ട്രെയിനിങ് ഓർഗനൈസേഷൻ കൊടുക്കുന്നുണ്ട് എംപ്ലോയിക്ക്. ഓക്കെ, അതാണ് തേർഡ് വണ്ണിൽ പറയുന്നത്. ഇനി ഫോർത്ത് വൺ എന്താണ്? There is an ongoing program for professional training and development of staff. Ongoing എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? Ongoing program. Ongoing meaning എന്തായിരിക്കും?
എന്താണ് മീനിങ് ഓൺഗോയിങ് എന്ന് പറഞ്ഞാല്? നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെ അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന. ഓക്കെ, അപ്പോ എന്താണ് ഈ പ്രൊഫഷണൽ ട്രെയിനിങ് എന്ന നിലയിലും അതുപോലെ ഡെവലപ്മെന്റ്, സ്റ്റാഫിന്റെ ഡെവലപ്മെന്റിനും വേണ്ടിയിട്ട് സ്റ്റാഫുകൾക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? ഇങ്ങനെയുള്ള ഒരു ഓൺഗോയിങ് പ്രോഗ്രാം ഓർഗനൈസേഷൻ നൽകുന്നുണ്ട്, അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ചിലപ്പോ എന്താണ് ഓൺഗോയിങ് പ്രോഗ്രാം എന്ന് പറഞ്ഞാല് ചിലപ്പോ കൊടുക്കുന്നത് ചിലപ്പോ മന്ത്ലി ആയിരിക്കും, ഓരോ മന്ത് കൊടുക്കും, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് 2 ആഴ്ച കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ 2 മാസം കൊടുക്കുമ്പോഴോ അങ്ങനെയാണ് ഇടയ്ക്കിടയ്ക്ക് കൊടുത്തോണ്ടേയിരിക്കും. ഇതിനു വേണ്ടിയിട്ടാണ് സ്റ്റാഫുകൾക്ക് അവരുടെ വർക്കില് ഡെവലപ്മെന്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കുന്ന ഒരു ട്രെയിനിങ് ആണ് ഓൺഗോയിങ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓൺഗോയിങ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം, ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാം അല്ലെങ്കിൽ മന്ത്ലി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്റ്റാഫിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും ഒരു നല്ല രീതിയിലുള്ള പ്രൊഫഷണൽ ആയിട്ട് വരാൻ വേണ്ടിയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു. ഓൺഗോയിങ് ആയിട്ടാണ് ഇതിനുള്ള പ്രോഗ്രാമുകൾ കൊടുക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ ഒരു മന്ത്ലിയോ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇനി 5th വൺ എന്താണ്? HRM 5th. Staff are appropriately trained based on their specific job description. സ്റ്റാഫിന് അവരുടെ നിർദ്ദിഷ്ടം അവർക്ക് നൽകിയിട്ടുള്ള ജോലിക്കനുസരിച്ച് ഉചിതമായിട്ടുള്ള പരിശീലനം നൽകുന്നു. ഓക്കെ, സ്റ്റാഫ് റിസപ്ഷനിസ്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു ഓഫീസ് വർക്ക് ആവാം കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള അവരുടെ ജോലിയിൽ അവർ ഒന്നുകൂടി ഡെവലപ്പ് ആകാൻ വേണ്ടിയിട്ട്, ഇംപ്രൂവ് ആകാൻ വേണ്ടിയിട്ട് ആ ജോലിയിൽ അവർക്ക് ഒന്നുകൂടി നല്ല രീതിയിലുള്ള ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു പരിശീലനം ചെയ്തു കൊടുക്കുന്നു. സ്റ്റാഫിന് അവരുടെ നിർദ്ദിഷ്ട ജോലിക്ക് അനുസരിച്ചിട്ട് ഉചിതമായ പരിശീലനം, ട്രെയിനിങ് ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി HRM 6th വൺ എന്താണ്? സ്റ്റാഫ് ആർ ട്രെയിൻഡ് ഇൻ സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി റിലേറ്റഡ് ആസ്പെക്ട്. സേഫ് ആയിട്ടും അതുപോലെ തന്നെ ക്വാളിറ്റി റിലേറ്റഡ് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ വശങ്ങൾ അല്ലെ. ഒരു ജോലിക്ക് അവർക്ക് എന്തുണ്ടാവും? പല പല റിസ്കുകൾ ഉണ്ടാവും അല്ലെ. നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് പല പല റിസ്കുകൾ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ നല്ലൊരു ക്വാളിറ്റിയോട് കൂടിയിട്ട് വേണം ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ സ്റ്റാഫിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പല വശങ്ങളിലും സേഫ്റ്റി ക്വാളിറ്റി റിലേറ്റഡ് ആസ്പെക്ട് വെച്ചിട്ട് ട്രെയിനിങ്ങുകൾ എന്ത് കൊടുക്കണം? ഈ സ്റ്റാഫുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും അവര് സേഫ് ആയിട്ട് സെക്യൂർ ആയിട്ട് ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ക്വാളിറ്റി റിലേറ്റഡ് ആസ്പെക്റ്റുകള് പല സുരക്ഷാ വശങ്ങളും വെച്ചിട്ട് അവർക്ക് എന്ത് കൊടുക്കാം? ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാം. അതാണ് 6th വണ്ണില് പറയുന്നത്. ഇനി 7th വൺ നോക്കാം. An appraisal system for evaluating the performance of staff exists as an integral part of the human resource management process. HRM-ന്റെ ഒരു ഇന്റഗ്രൽ പാർട്ടാണ് ജീവനക്കാരുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് അല്ലെ. അപ്രൈസൽ എന്ന് പറഞ്ഞാല് വിലയിരുത്തുക, ഉദ്ദേശിക്കുന്നത് വിലയിരുത്തുക. ഇവിടെ പറയുന്നത് HRM ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഒരു ഇന്റഗ്രൽ പാർട്ടാണ് ജീവനക്കാരുടെ പ്രകടനം എന്ന് പറയുന്നത്, സ്റ്റാഫിന്റെ പെർഫോമൻസ്. ഓക്കെ, അപ്പോ ഈ സ്റ്റാഫിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഓർഗനൈസേഷന് എന്തുണ്ട്? ഒരു അപ്രൈസൽ സിസ്റ്റം ഉണ്ട്. അവരുടെ പെർഫോമൻസ്, സ്റ്റാഫ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് അത് നോക്കാൻ വേണ്ടിയിട്ട് ഒരു വിലയിരുത്തൽ സംവിധാനം ഓർഗനൈസേഷൻ ഉണ്ട്. അതാണ് 7th വണ്ണില് പറയുന്നത്. ഓക്കെ, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ പെർഫോമൻസ് വിലയിരുത്താനായിട്ട് ഒരു അപ്രൈസൽ സിസ്റ്റം ഓർഗനൈസേഷൻ ഉണ്ട്. ഇനി 8th വൺ എന്താണ്? പ്രോസസ് ഫോർ disciplinary and grievances handling is defined and implemented in the organization. Defined അല്ലെ, ഡിസിപ്ലിനറി ഒരു അച്ചടക്കം. ഡിസിപ്ലിനറി എന്ന് പറഞ്ഞാല് ഡിസിപ്ലിൻ അല്ലെ, അച്ചടക്കം.
അതുപോലെ തന്നെ ഗ്രീവൻസസ്, പരാതികൾ അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗ്രീവൻസസ് ഡ്രസ്സില് അല്ലെ, പഠിച്ചിട്ടുണ്ട്. അപ്പോ അച്ചടക്കവും അതുപോലെ തന്നെ പരാതികളും കൈകാര്യം ചെയ്യുന്നതിനുള്ള നടപടിക്രമം ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, നടപ്പിലാക്കുന്നുണ്ട്. ഓക്കെ, ഡിസിപ്ലിനും അതുപോലെ തന്നെ പരാതികളും ഗ്രീവൻസസും കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു നടപടിക്രമം ഓർഗനൈസേഷൻ നടപ്പിലാക്കുകയും അതുപോലെ അത് ഡിഫൈൻ ചെയ്യുകയും നിർവചിക്കുകയും ചെയ്യുന്നു. എന്തൊക്കെയാണ് സ്റ്റാഫിന് പരാതികൾ ഉണ്ടാകുന്നത്? അതുപോലെ തന്നെ ഒരു അടക്കം ചിട്ടയോട് കൂടിയിട്ട് പെരുമാറാനായിട്ട് അല്ലെ, നമുക്കറിയാം ഹോസ്പിറ്റലിൽ ചെയ്യുമ്പോൾ ഒരു ഡിസിപ്ലിൻ ഉണ്ടാവും ഇല്ലേ, അടക്കം ചിട്ടയും. അതുപോലെ തന്നെ സ്റ്റാഫുകൾക്ക് എന്തെങ്കിലും പരാതികളൊക്കെ ഉണ്ടെങ്കിൽ അതും എന്താണ് തീർപ്പാക്കാനായിട്ടുള്ള കാര്യങ്ങൾ, നടപടിക്രമങ്ങളൊക്കെ ഇതിലൂടെ വേണം, അല്ലെങ്കിൽ ഏതൊക്കെ പ്രോസസ്സിലൂടെ വേണം പരാതികൾ തീർപ്പാക്കാനായിട്ട്. അങ്ങനെ ഏതെങ്കിലും ഡിസിപ്ലിൻ ഏതൊക്കെയാണ്, ഏത് ഡിപ്പാർട്ട്മെന്റിനാണ് ഏതൊക്കെ ഡിസിപ്ലിനിലൂടെ പോകണം, അല്ലെങ്കിൽ ഏതൊക്കെ ഗൈഡ് ലൈൻസിലൂടെയാണ് അവർ ചരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർഗനൈസേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ഇനി എന്താണ് HRM നയം? എന്താണ്? The organization promotes staff well-being and addresses their health and safety need. Well-being എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷേമം അല്ലെ, ക്ഷേമം. അതുപോലെ addresses എന്ന് പറഞ്ഞാല് എന്താണ്? അഭിസംബോധന, അഭിസംബോധന. ഓക്കെ, ഇവിടെ പറയുന്നത് സ്റ്റാഫിന്റെ ക്ഷേമം പ്രോത്സാഹിപ്പിക്കുകയും, പ്രമോട്ട് സ്റ്റാഫ് വെൽബീയിങ്, സ്റ്റാഫിന്റെ ക്ഷേമം പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ തന്നെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി നീഡ്, അവരുടെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി നീഡ് അഡ്രസ്സസ് എന്താണ്? അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്നു. മനസ്സിലായോ? സ്റ്റാഫിന്റെ ക്ഷേമം പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി നീഡ് അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്നു. ഇനി HRM 10 എന്താണ്? There is documented personal information for each staff member. എന്താണ്? ഓരോ സ്റ്റാഫ് മെമ്പേഴ്സിന്റെയും പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ള ഡോക്യുമെന്റേഷൻ അവിടെ നൽകുന്നുണ്ട്. ഓക്കെ, ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ അവർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ സ്റ്റാഫിന്റെയും പേഴ്സണൽ ഇൻഫർമേഷൻസ് ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ സ്റ്റാഫ് മെമ്പേഴ്സിനും നൽകിയിട്ടുണ്ട്. ഓക്കെ, നമുക്കറിയാം ഓരോ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും, ആ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ റെക്കോർഡ് ചെയ്ത് വെക്കണം അവരുടെ. ഇനി എന്താണ്? HRM 11. There is a process for credentialing and privileging of medical professionals permitted to provide patient care without supervision. ഈ ക്രെഡൻഷ്യലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികാരം, അധികാരം. പ്രിവിലേജിംഗ് എന്ന് പറഞ്ഞാല് അവകാശം. ഓക്കെ, HRM 11, 12, 13 ജസ്റ്റ് ആളുകളുടെ പേര് മാത്രം അവിടെ മാറുന്നുള്ളൂ, ബാക്കി എല്ലാ സെന്റൻസും ഒരുപോലെയാണ്. ഫസ്റ്റ് വണ്ണില് നഴ്സിംഗ് പ്രൊഫഷണൽസ് ആണ്, സെക്കൻഡ് വണ്ണില് നഴ്സിംഗ് മെഡിക്കൽ പ്രൊഫഷണൽസ്, സെക്കൻഡ് വണ്ണില് നഴ്സിംഗ് പ്രൊഫഷണൽസ്, തേർഡ് വണ്ണില് പാരാ ക്ലിനിക്കൽ പ്രൊഫഷണൽസ്. ബാക്കി എല്ലാ സെന്റൻസും കറക്റ്റ് ആണ് കേട്ടോ. കറക്റ്റ് എന്ന് വെച്ചാൽ സെയിം തന്നെയാണ്. അപ്പൊ നോക്കിയിട്ട് പഠിക്കണം. HRM 11 എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പൊ പറയുന്നത്? There is a process of credentialing and privileging of medical professionals permitted to provide patient care without supervision. Medical professionals അവർക്ക് മെഡിക്കൽ പ്രൊഫഷണൽസിന് അവരുടെയും അതുപോലെ തന്നെ സൂപ്പർവിഷൻ ഇല്ലാതെ പേഷ്യന്റ് കെയർ പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ള അധികാരവും അവകാശവും ഉണ്ട്. ആരുടെയും, ഓക്കെ മനസ്സിലായോ? എന്താണ്? മെഡിക്കൽ പ്രൊഫഷണൽസിന് ആരുടെയും, അവർക്ക് ഈ മെഡിക്കൽ പ്രൊഫഷണൽസിന് ആരുടെയും സൂപ്പർവിഷൻ, മേൽനോട്ടമില്ലാതെ എന്ത് ചെയ്യുന്നുണ്ട്? പേഷ്യൻസ് കെയറും പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള അധികാരവും അവകാശവും അതുപോലെ അധികാരവും ഇവർക്കുണ്ട്. ഓക്കെ, മെഡിക്കൽ പ്രൊഫഷണൽസിന് ആരുടെയും സൂപ്പർവിഷൻ ഇല്ലാതെ പേഷ്യന്റ് കെയർ കൊടുക്കാനായിട്ടുള്ള അവകാശവും അധികാരവും ഉണ്ട്. ഇനി നോക്കാം HRM 12 എന്താണ്? There is a
process of credentialing and privileging of nursing professionals permitted to provide patient care without supervision. എന്താണ് ഈ നഴ്സിംഗ് സ്റ്റാഫിന് അല്ലെ, നഴ്സിംഗ് പ്രൊഫഷണൽസിന് ആരുടെയും സൂപ്പർവിഷൻ ഇല്ലാതെ പേഷ്യൻസിന് കെയർ കൊടുക്കാനായിട്ടുള്ള അധികാരവും അവകാശവുമുണ്ട്. ഇനി HRM 13 എന്താണ്? There is a process of credentialing and privileging of paraclinical professionals permitted to provide patient care without supervision. എന്താ പറയുന്നത്? ഈ പാരാക്ലിനിക്കൽ പ്രൊഫഷണൽസിന് ആരുടെയും സൂപ്പർവിഷൻ ഇല്ലാതെ അല്ലെങ്കിൽ ആരുടെയും മേൽനോട്ടം ഇല്ലാതെ അവർക്ക് പേഷ്യന്റ് കെയർ കൊടുക്കാനായിട്ടുള്ള അധികാരവും അവകാശവുമുണ്ട്. ക്ലിയർ ആയോ? മൂന്ന് കാര്യങ്ങളും സെയിം തന്നെയാണ്, ആളുകളുടെ പേര് മാത്രം മാറുന്നുള്ളൂ. ഓക്കെ, HRM 11 മെഡിക്കൽ പ്രൊഫഷണൽസ് ആണ്, HRM 12 നഴ്സിംഗ് പ്രൊഫഷണൽസ് ആണ്, HRM 13 പാരാക്ലിനിക്കൽ പ്രൊഫഷണൽസ് ആണ്. ഓക്കെ, ഇനി ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. HRM ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന പോയിന്റ്സ്. HRM 1 പഠിക്കണം. അതുപോലെ 3, 5, 6, 9. ഒന്നുകൂടിയും പറയാം. 1, 3, 5, 6, 9. മാർക്ക് ചെയ്ത് വെച്ചോ? ഓക്കെ ആണോ? എല്ലാവർക്കും കിട്ടിയോ? മാർക്ക് ചെയ്തോ നിങ്ങള്? ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. മാർക്ക് ചെയ്ത് വെച്ചത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ക്ലിയർ ആണോ? ഇത്രയും വരെ മിസ് എടുക്കുന്നുള്ളൂ. ബാക്കി ഒരു സ്റ്റാൻഡേർഡ് കൂടി ഉണ്ട് അല്ലെ, ഒരു സ്റ്റാൻഡേർഡ് കൂടി ഉണ്ട്. അത് മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇത്ര വരെ ക്ലിയർ ആണോ? ഡൗട്ട് വല്ലതുണ്ടോ? ഓക്കെ ആണോ? നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.